ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മത്ത കഴിഞ്ഞ വർഷം ഇട്ടതാണേ. അതെല്ലാം ഉണങ്ങി അങ്ങ് പോയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു വള്ളി അംശം കിടന്നത് ഇങ്ങനെ കിളുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കോട്ടയം വരെ പോകാനുള്ള ദൂരം, ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരം, അത്രത്തോളം വള്ളി ഈ പറമ്പിൽ ഫുള്ള് പടന്ന് ഒരു കാ പോലും ഉണ്ടായില്ലേ. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം ആ തെങ്ങിന് വളമിടാന്നൊക്കെ തെങ്ങൊക്കെ ചൂടെല്ലാം തെളിച്ചു. ഈ തെങ്ങിൻ്റെ മണ്ടയൊന്ന് പോയതായിരുന്നു, കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ തെങ്ങിൻ്റെ ചൂടൊക്കെ തെളിച്ചു. അപ്പോൾ ചൂടൊക്കെ തെളിച്ച് എന്നാൽ പിന്നെ ഇത് വള്ളിയും കൂടെ പറിച്ച് അങ്ങ് കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇത് ഫുള്ള് ഇവിടെ എല്ലാം വള്ളിയായിരുന്നേ. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കുറച്ച് പറിച്ചു. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഇങ്ങനെ വള്ളി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങേ അറ്റം മുതൽ ഇങ്ങനെ വന്ന് ഈ തെങ്ങിൻ്റെ മുകളിൽ കൂടെ എല്ലാം വള്ളി അങ്ങ് കയറുകയാണ്. ഇത് അങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു, ഞാൻ പറിച്ച് കളഞ്ഞാൽ. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഓലക്ക് ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പടന്ന് അപ്പുറത്തെ പറമ്പിലോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം പറിച്ച് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മത്തങ്ങ ഈ ഓലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. കണ്ട, മത്തക്കറിയാം നമ്മളവനെ പറിച്ച് കളയാറായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കായ നമുക്ക് അവൻ തന്ന്, ഞാൻ കായ്ക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഒരു കായ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓലയുടെ മുകളിൽ കൂടെ തന്നെ അങ്ങനെ കിടക്കട്ടെന്ന് വിചാരിച്ചു. നേരത്തെയൊക്കെ മത്ത സാധാരണ മണ്ണിക്കൂടെയൊക്കെ പടന്നാൽ മത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പൊക്കത്തിൽ കൂടെ പോയാലേ മത്തങ്ങ ഉണ്ടാകുമെന്ന് തോന്നുള്ളൂ. അങ്ങനെ ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇട്ട മത്തയാണ്. ഈ വർഷം അതിൻ്റെ വള്ളി കിടന്ന് നമുക്കൊരു മത്തങ്ങ ലഭിച്ചിട്ടുണ്ട്. ലഭിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആയി വരുന്നുണ്ട്. അപ്പം മത്തയൊക്കെ ആൾക്കാർ ഇടുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇച്ചിരി പൊക്കത്തിലൊക്കെ ഇങ്ങനെ വിടുകയാണെങ്കിൽ ചിലപ്പോൾ മത്ത കായ്ച്ചെന്നിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കായും കൂടെ ഉണ്ടേ, കാണിക്കാം. ഒരു കായും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം മത്തയൊക്കെ കുറച്ച് നമ്മൾ കാടൊക്കെ പറിച്ച് നല്ല ലെവലായിട്ട് ഇട്ടിരുന്നതാണ്. അപ്പം പിന്നെ കാടൊക്കെ കിളുത്ത്, പിന്നെ ഈച്ചയ്ക്ക് കെണിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഈച്ചയൊക്കെ ഇതിനകത്ത് വീഴുന്നുണ്ട്. എന്തോ ഈ പ്രാവശ്യം ഉണ്ടായതൊന്നും മത്തയ്ക്കൊന്നും അങ്ങനെ കുത്തിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈച്ച, അതുകൊണ്ടായിരിക്കാം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു.